അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ക്യു ഐ ബിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ നൽകിയ സ്വീകാര്യത അൽഹംദുലില്ലാ എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വിജയം നൽകാം എന്ന് പറഞ്ഞിട്ടുള്ള ചില വചനങ്ങളുമായിട്ടുള്ള ഒരു കണക്ടിവിറ്റിയാണ് ഞാൻ ഈ എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, നിങ്ങൾ വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉത്തമർ എന്നാണ്. അപ്പോൾ എന്താണ് ഇതിനൊരു കണക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഇത് നമുക്ക് മാഷറയിൽ കിട്ടാൻ പോകുന്ന ഒരു ഒരു ഓഫറാണ് എന്നുള്ളതാണ്. ആക്ച്വലി ആ മാഷറയിൽ കിട്ടുന്ന ആ ഓഫറിനോടൊപ്പം തന്നെ ഇവിടെ വെച്ചിട്ടും നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ, അതായത് നമ്മൾ വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ഉത്തമർ. എന്തിൻ്റെ? ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടത്തുന്നു അതിൻ്റെയൊക്കെ ഉത്തമർ നമ്മൾ തന്നെയാണ്. അതിൻ്റെ ഏറ്റവും ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ചരിത്രം പഠിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, പ്രവാചകന്മാർ അള്ളാഹു സുബ്ഹാനഹു തആല ചില മോജിസത്തുകൾ കൊടുക്കും. അവർ സാധാരണ ജനങ്ങളിൽ നിന്ന് അള്ളാഹു തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവർ അള്ളാഹുവിൻ്റെ പ്രവാചകരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മൂസാ നബി അലൈഹിസ്സലാമിന് വടി ഒരു മോജിസത്തായിരുന്നു. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് മോജിസത്തുകൾ. അങ്ങനെ നബിമാർക്ക് ഒരുപാട് മോജിസത്തുകൾ കൊടുത്തിട്ടുണ്ട്. പല നബിമാർക്ക് പലതരത്തിലുള്ള മോജിസത്തുകൾ കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കും അങ്ങനെ ഒരു മോജിസത്തുണ്ട്, അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് ഖുർആനാണ്. ആ ഖുർആൻ അള്ളാഹുവിൻ്റെ റസൂൽ പോകുമ്പോൾ നമ്മുടെ കൈകളിൽ തന്നിട്ടാണ് പോയിരിക്കുന്നത്. അതായത് ആ മോജിസത്താണ് നമ്മുടെ കയ്യിൽ. അത് വേണ്ട രീതിയിൽ നമ്മൾ വിനിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഇതിൽ നിന്ന് പവിഴങ്ങളും മുത്തുകളും ഇന്ന് ഈ ഭൂമിയിലും നാളെ മാഷറയിലും നമുക്ക് വിജയം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കലവറയാണ് ഖുർആൻ. ഈ ഖുർആനിൽ നിന്ന് പെറുക്കിയെടുത്ത ചില മുത്തുകളാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കച്ചവട മേഖലയിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട്, കച്ചവടം എന്ന് പറയുന്ന ഒരു ലാഭനഷ്ട ഒരു പ്രോസസ്സാണ്. നമ്മൾ കച്ചവടം ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ലാഭം തരാം അല്ലെങ്കിൽ വിജയം നൽകാം എന്ന് പറഞ്ഞ ചില സന്ദർഭങ്ങൾ നമുക്ക് നോക്കാം. അതായത് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് വിജയം. അതുപോലെ തഖ്വ കാണിക്കുന്നവരുടെ കൂടെയാണ് വിജയം. അതോടൊപ്പം തന്നെ എഹ്സാൻ ചെയ്യുന്നവരുടെ കൂടെയാണ് വിജയം. ഇതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന ചില സന്ദർഭങ്ങളും നമ്മൾ ഇതിനോട് കൂട്ടി വായിക്കാറുണ്ട്. അള്ളാഹു അഹങ്കാരികളെ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ അള്ളാഹു ദുരഭിമാനികളെയും ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ അക്രമം കാണിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇതോടൊപ്പം തന്നെ വേറൊരായത്തിനെയും കൂടി ഇതിനെ ഞാൻ കണക്ടിവിറ്റി ചെയ്യാണ്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, നിങ്ങൾ അള്ളാഹുവിന് നൽകേണ്ട ഗൗരവം നിങ്ങൾ എന്തേ നൽകാത്തത്, നിങ്ങൾക്ക് എന്ത് പറ്റി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു തആല വിജയം തരാം എന്ന് പറയുന്ന സെഗ്മെൻറ്റുകളെ നമ്മൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാതിരിക്കുന്നു. എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന മേഖലയെ നമ്മൾ ഗൗനിക്കാതിരിക്കുകയും ചെയ്യും. ഒരു കച്ചവടക്കാരൻ ഈ ലാഭനഷ്ട ഒരു പോരാട്ടത്തിൽ ലാഭം വന്നു കഴിഞ്ഞാൽ അവന് അഹങ്കരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. എന്നാൽ അവൻ പരാജയപ്പെട്ടു കഴിഞ്ഞാലോ അവന് ദുരഭിമാനത്തിലേക്കും വരാനും സാധ്യത വരികയാണ്. അതോടൊപ്പം തന്നെ ഈ കച്ചവടത്തിലാണ് ഏറ്റവും കൂടുതൽ അക്രമം സംഭവിക്കുന്നത്. അതായത് നമ്മൾ വിചാരിക്കുന്ന ഈ ഫൈറ്റ് മാത്രമല്ല അക്രമം, ഒരാളോട് കാണിക്കുന്ന അനീതിയാണ് അത് ഒരക്രമം. ഒരാളോട് കാണിക്കുന്ന വിശ്വാസവഞ്ചനയാണ് അക്രമം. അപ്പോൾ ഇതിനെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ അതൊക്കെ കച്ചവടത്തിൻ്റെ ഭാഗമാണെന്ന് ഒന്ന് ഗൗനിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ക്ഷമ. നമ്മൾ ക്ഷമയെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളൊരു ഒരു സഹനം എന്നാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. ഖുർആൻ ക്ഷമയെ പറ്റി പറയുന്നത്
മനോഹരമായി ക്ഷമിക്കൂ എന്നുള്ളതാണ്. അതായത് മനോഹാരിത എവിടെ നിന്നാണ് വരുന്നത്? ക്ഷമയിൽ നമുക്ക് എൻജോയ്മെൻറ്റ് കണ്ടെത്തുമ്പോഴാണ് നമുക്കത് മനോഹരമാക്കാൻ പറ്റും. ഒരിക്കലും നമ്മളങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്ന ആ ഒരു സംഭവം അതിൽ മനോഹാരിത ഇല്ല. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ആ മനോഹാരിത വരിക? അതായത് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യുകയും എന്നിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുകയും എന്നിട്ട് അവിടെ നിന്ന് വരുന്ന ആ നിമിഷത്തെ കാത്തിരിക്കുകയും ചെയ്യുന്ന, സന്തോഷത്തോടുകൂടി കാത്തിരിക്കുന്ന, അത് വന്നാലും വന്നില്ലെങ്കിലും വരുന്നത് മുഴുവനും അള്ളാഹുവിൽ നിന്നാണെന്ന് നമ്മൾ ആ ഒരു കാത്തിരിപ്പിനാണ് നമുക്കൊരു എന്താ പറയുക, ജമീൽ എന്ന് പറയുന്ന മനോഹരമായ ക്ഷമയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. QIB ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പോകുന്ന ഒരു സെഗ്മെൻറ്റാണ് ക്ഷമ, സബർ. കാരണം നേരത്തെ പറഞ്ഞ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകാം എന്ന് പറയുന്ന സെഗ്മെൻറ്റ് ഒന്നിനും ഒന്ന് കണക്റ്റഡ് ആണ്. ഇപ്പോൾ സബറിനായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന അടുത്ത സെഗ്മെൻറ്റാണ് തഖ്വ, അതുപോലെ തന്നെ ഇഹ്സാൻ. ഈ മൂന്നും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ബെനിഫിറ്റാണ് ബർക്കത്ത് ആൻഡ് റിസ്ക്. എങ്ങനെ നമുക്കിതിനെ കണക്ട് ചെയ്യാം നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സബ്ജക്റ്റ് എന്താണ് ഇഹ്സാൻ എന്നുള്ളതാണ്. ഇഹ്സാനിന് മുമ്പ് നമ്മൾ എന്താണ് നമ്മൾ ഈ ഭൂമിയിലുള്ള പർപ്പസ് എന്നുള്ളതിനെ പറ്റി ഖുർആൻ എന്താണ് സംസാരിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സൂറത്തുൽ മുൽക്ക് എടുത്ത് പരിശോധിച്ചാൽ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുത്ത് ഇവിടെ വന്നതിൻ്റെ പർപ്പസ് വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല. ഇവിടെ മരണത്തെയും ജീവിതത്തെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. ആ ടെസ്റ്റിൽ എന്താണ് പർപ്പസ് എന്നുള്ളതുണ്ട്. ഇഹ്സാൻ അഹ്സനു എന്നാണ് പറയുന്നത്. അതായത് ഇഹ്സാൻ്റെ ഒരു ടോപ്പസ്റ്റ് ഫോമാണ് അഹ്സൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇഹ്സാൻ? നമ്മൾ ചിലപ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് പ്രവൃത്തി എന്നൊക്കെ നമുക്കത് പറയാമെങ്കിലും എന്താണ് യഥാർത്ഥത്തിൽ ഇഹ്സാൻ? നമുക്ക് ഒരു ഹദീസിലേക്ക് പോവാം. നമ്മൾക്ക് ഭയങ്കര സുപരിചിതമായിട്ടുള്ളൊരു ഹദീസാണ് ഹദീസുൽ ജിബ്രീൽ. അതിൻ്റെ പശ്ചാത്തലം അല്ലാഹുവിൻ്റെ റസൂല് സഹാബാക്കൾക്ക് ഇങ്ങനെ ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു സുന്ദരനായിട്ടുള്ള ഒരു മനുഷ്യരൂപത്തിലുള്ള ഒരു പുരുഷൻ ആ സദസ്സിലേക്ക് വരുന്നു, അവിടെ ഇരിക്കുന്നു. സഹാബാക്കൾ അത് കരുതുന്നു ഏതോ ഒരു ദീൻ പഠിക്കാൻ വന്നൊരു മനുഷ്യനാണെന്നുള്ളത്. ആ മനുഷ്യൻ അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നു എന്താണ് ഇസ്ലാം എന്ന്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ ഇസ്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു അതെ, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ സഹാബാക്കൾ ഒരു ക്യൂരിയോസിറ്റി, ഒരാൾ വന്നിട്ട് ചോദ്യം ചോദിച്ചപ്പോൾ റസൂലുള്ള ഉത്തരം പറയുമ്പോൾ അത് ശരി എന്ന് പെടുത്തുന്നു. അങ്ങനെയാണ് ഹദീസിൻ്റെ ആ ഒരു സംഭവം വരുന്നത്. അടുത്ത ചോദ്യം ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നത് എന്താണ് ഈമാൻ എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഈമാനെ പറ്റിയിട്ടും വിശദീകരിക്കും. അടുത്ത ചോദ്യമാണ് നമ്മളിതിലുള്ള കാതൽ, എന്താണ് ഇഹ്സാൻ? അല്ലാഹുവിൻ്റെ റസൂല് മറുപടി പറയുന്നു അള്ളാഹുവിനെ കാണുന്ന പോലെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെക്കൻഡ് ഫേസിൽ പറയുന്നത് അള്ളാഹുവിനെ നമുക്ക് എന്തായാലും കാണാൻ കഴിയില്ല, അതുകൊണ്ട് അള്ളാഹു നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ രീതിയിലായിരിക്കണം നമ്മുടെ പ്രവർത്തനം എന്നുള്ളതാണ്. ഇതിനെ ഇഹ്സാനെ പറയുന്ന ഒരു അർത്ഥം പറയുന്നതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ പ്രോസസ്സാണ് ക്ലിയറായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കച്ചവടക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിനെ കാണുന്ന പോലെ. കാരണം നമുക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയില്ല, കാരണം നമുക്ക് ഇമാജിനേഷൻ ചെയ്യുമ്പോൾ ആ ഒരു ഇമാജിനേഷൻ കിട്ടില്ല. പക്ഷേ അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഹ്സാൻ എന്താണെന്നുള്ളത് നമുക്ക് കണക്റ്റായി. ഇഹ്സാൻ കണക്റ്റായി കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടത്തിൽ അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സക്സസ് ഉണ്ട് എന്നുള്ളതാണ്. മുഹ്സിനുകളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇനി തഖ്വയെ സംബന്ധിച്ചിടത്തോളം ഈ ഇഹ്സാൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു CCTVയിൽ നമ്മളെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ പ്രവർത്തനങ്ങൾ അറിയാതെ തന്നെ നമ്മൾ ഭയങ്കര മനോഹരമാക്കി പോകും. ഇത് തന്നെയാണ് ഇഹ്സാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മാത്രമേ തഖ്വ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ. തഖ്വയിലാണ് വിജയം കിടക്കുന്നത്, ക്ഷമയിലാണ് വിജയം കിടക്കുന്നത്. ഇതിന് നമ്മൾ ഇഹ്സാൻ ചെയ്യണം.
ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് മനസ്സിൻ്റെ എഹ്സാനാണ്. അത് സുന്ദരമാക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുമ്പോൾ അത് സുന്ദരമാവും. കാരണം അള്ളാഹിനെ കാണിക്കാൻ നമ്മൾ എന്തായാലും ആക്ട് ചെയ്യൂല. അത് ഒരു റിയൽ ഫോമായിരിക്കും. അപ്പോൾ അത് തക്വയിലേക്ക് കൺവേർട്ട് ആവും. കാരണം അള്ളാഹിനെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് തക്വ. സോ നമ്മൾ നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ, വിൽപ്പനകൾ, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ റിയലാവും. കാരണം റബ്ബിനെ കണ്ടുകൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇവിടെയാണ് വിജയം വെച്ചിരിക്കുന്നത്. അതോടൊപ്പം ഖുർആനിൽ സൂറത്തുൽ മുഹമ്മദിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഉറച്ചു നിർത്തും, നിങ്ങളുടെ കാലടികൾ ഉറച്ചു നിർത്തുന്നു. നമ്മൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കുറേ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്, അല്ലേ? ഒരുപാട് ആൾക്കാർ റിസ്ക്കാണ്, പണി ചെയ്യണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. ഇനി സ്റ്റാർട്ടപ്പിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും പിന്നെ അതിൻ്റെ സ്ട്രഗിളായി. അതായത് ആദ്യം ബിസിനസ് ഇല്ലാത്തതിൻ്റെ സ്ട്രഗിൾ, പിന്നെ ബിസിനസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കംപ്ലീഷൻ ആക്കുന്നതിൻ്റെ ഒരു അല്ലെങ്കിൽ അത് കൊണ്ടുപോകേണ്ട, അതിൻ്റെ നീതി പുലർത്തേണ്ട, അതിൻ്റെ ഓവർ ഹെഡ് കവർ ചെയ്യേണ്ട ഒരുപാട് ഡിഫിക്കൽട്ടീസുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ സക്സസ് ആയി തന്നെ നമുക്ക് ഒരുപാട് പൈസ മെച്ചമുണ്ടാവുന്ന, ലാഭമുണ്ടാവുന്ന ബിസിനസ് ഉണ്ടെങ്കിലും മനസ്സിനൊരു സമാധാനം ഉണ്ടാവുന്ന അവസ്ഥകൾ കുറവായിരിക്കും ചിലവർക്ക്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഹാപ്പി ആവുന്ന വേറൊരു വിഭാഗമുണ്ട്. അതും അൽഹംദുലില്ലാ നല്ലത് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം ബിസിനസ്സും സ്ട്രഗിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് നമ്മൾ ബിസിനസ്സിൻ്റെ സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് അതർ തിങ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രെയിനിങ്സിന് പോകുന്നുണ്ട്. പിന്നെ മാർക്കറ്റിംഗ് സ്റ്റഡി, അനാലിസിസ്, ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഏറ്റവും കണ്ടംപററി സിസ്റ്റം നമ്മളതിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങോട്ട് എന്താണ് അള്ളാഹ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു വിജയത്തിലേക്ക് വരാൻ വളരെ കുറവ് അറ്റംപ്റ്റേഷനാണ് സംഭവിക്കുന്നത്. സാഹചര്യങ്ങളും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവിടെയാണ് QIB പോലുള്ള ഞങ്ങളുടെ ഈ ഒരു കൂട്ടം അൽഹംദുലില്ലാ ഇതിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹിൻ്റെ ദീനിനെ സഹായിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തിരിച്ച് സഹായിക്കുക എന്ന് പറഞ്ഞു. നമുക്കറിയാം അള്ളാഹു നമ്മുടെ സഹായമൊന്നും ആവശ്യമില്ലാത്തവനാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അറിയാം. കാരണം സൂറത്തുൽ ഇഖ്ലാസിൽ പറയുന്നു അല്ലാഹു സമദ്, അള്ളാഹ്ക്ക് ഒരാളുടെ ആശ്രയമില്ല എന്ന് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അള്ളാഹിൻ്റെ ആശ്രയമുണ്ട് എന്നുള്ള അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. എന്നിട്ടും അള്ളാഹു നമ്മളോട് പറയാണ് അള്ളാഹിൻ്റെ ദീനിനെ സഹായിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എന്തിലാണോ നിൽക്കുന്നത്, എന്താണോ നിങ്ങളുടെ പ്രോബ്ലംസ്, അതിൽ നിങ്ങളുടെ ഉറച്ചു നിർത്താമെന്ന് പറയുന്നത്, കാലടികൾ ഉറച്ചു നിർത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദ്ദേശിക്കുന്ന അള്ളാഹിൻ്റെ ദീനിൻ്റെ സഹായം ഒരു കച്ചവടക്കാരൻ്റെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളെ നല്ല ക്വാളിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുക, കസ്റ്റമറെ നമ്മൾ ഗൗനിക്കുക, അവർക്ക് വേണ്ട പ്രൊഡക്റ്റ് എന്താണെന്ന് പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് ട്രാൻസ്പെറൻ്റായിട്ട് പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ചെയ്യുക. എന്നിട്ട് വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പറ്റുന്ന വാഗ്ദാനങ്ങൾ കൊടുക്കുക, കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുക. ഇതിലൂടെ നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുകയാണ്, സത്യസന്ധനായിക്കൊണ്ട് ആണ്. ഇതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഗ്രേറ്റ് ഓഫേഴ്സ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഓരോ എപ്പിസോഡിലും ഇതിങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം കച്ചവടക്കാരൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഈ ഓഫർ ഒരു എന്താ പറയുക വലിയൊരു ഓഫറായതുകൊണ്ട് നമ്മളതിനെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് സത്യസന്ധനായ കച്ചവടക്കാരനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷഹീദിൻ്റെ ദർജയിലും അതുപോലെ തന്നെ നബിമാരുടെ ദർജയിലും സിദ്ദീഖീങ്ങളുടെ ദർജയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ നൽകി ആദരിക്കും എന്നുള്ള ആ ഒരു പവർ നമ്മളിവിടെ ജീവിതത്തിൽ കാണിക്കാൻ ഒരു ഉന്മേഷം ഉണ്ടാക്കും നമുക്ക് തീർച്ചയായിട്ടും. നമ്മളിൽ പലരും അവസാന ഘട്ടങ്ങളിലാണ് റബ്ബിലേക്ക് തിരിയുന്നത്. എല്ലാ പണിയും നമുക്ക് കഴിവുണ്ടെന്ന് തോന്നുന്നു, നമ്മൾ പ്രവർത്തിക്കുന്നു, എന്നിട്ട് പിന്നെ
അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കുന്നു, കുറേ പുസ്തകങ്ങൾ പഠിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒന്നും വർക്കായില്ലെങ്കിൽ മാത്രമാണ് അങ്ങനെ അവസാനത്തെ ഘട്ടത്തിലാണ് യാ റബ്ബേ ഇനി നീയല്ലാതെ വേറെ ആരുമില്ല എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ തുടക്കത്തിലാണ് അള്ളാഹിനെ നമ്മൾ കൂട്ടുപിടിക്കേണ്ടത്. നീ അവസാനമല്ല, നീ എപ്പോഴും അല്ലാതെ വേറെ ആരുമില്ല എന്നുള്ളൊരു ആ ഒരു ഫീല് തന്നെയാണ് കച്ചവടക്കാർക്ക് വരേണ്ടത്. കച്ചവടക്കാർക്ക് എന്നല്ല, എല്ലാവർക്കും വരേണ്ടത്. പക്ഷെ ഞാൻ ഈ വിഷയം കച്ചവടമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുമ്പോഴാണ് കച്ചവടത്തിൽ അള്ളാഹുവിനെ കൂട്ടുകക്ഷിയാക്കണം, അള്ളാഹിൻ്റെ കക്ഷിയാവണം നമ്മൾ. അള്ളാഹു വിജയം നൽകാം എന്ന് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ എടുത്ത് നമ്മൾ പഠിച്ച് അത് നമ്മുടെ ഓരോ സെഗ്മെൻറ്റിലും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് ക്ഷമയോടെ അതിൻ്റെ റിസൾട്ട് വരുന്ന കാത്തിരുന്ന് ആ റിസൾട്ട് നമ്മളിൽ ഉണ്ടാവുന്ന ബോധ്യപ്പെടലിൽ നിന്ന് വരുന്ന ഈമാൻ അത് നമ്മളെ മുന്നോട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകാന്ന് പറയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല തരാൻ തീരുമാനിച്ച നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു നുള്ളുണ്ടാവുള്ളൂ, അള്ളാഹ് നൽകാൻ പോകുന്നത് ഒരു കുന്നോളായിരിക്കും. സോ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വാക്കുകളിൽ നമുക്ക് ഉറപ്പ് കിട്ടിക്കാം. أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم